എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് റിയൽമി X2 എന്ന് പറഞ്ഞ ഫോണിൻ്റെ റിവ്യൂ ആണ്. ഇത് 8GB ആണ് റാം വരുന്നത്, 128GB ആണ് മെമ്മറി വരുന്നത്. റിയൽമി X സീരീസിൽ വരുന്ന മൂന്നാമത്തെ ഫോണാണ് റിയൽമി X, റിയൽമി XT, ഇപ്പോൾ റിയൽമി X2. മൂന്നും ഏകദേശം സെയിം ഡിസൈനാണ് വരുന്നത്. ബാക്കി എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണാണ്. പാവം ഇന്നലെ വാങ്ങിയതേ ഉള്ളൂ, ഒന്ന് ഉപയോഗിച്ചൊരു നോക്കിയിട്ടില്ല. ഞാനിങ്ങനെ റിവ്യൂ ഒക്കെ ഇടുന്ന ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് മച്ചാൻ കൊണ്ട് തന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ റിവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ നിഖിൽ മച്ചാൻ ഒരു ബിഗ് താങ്ക്സ്. റിയൽമിയുടെ എല്ലാ ഫോണിലുള്ള പോലെ തന്നെ നമുക്ക് ഒരു കേസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കേസാണ്, റബ്ബർ കേസാണ്. പിന്നെ സാധാരണ കുറച്ച് പേപ്പർ വർക്ക്സുകളുണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ മൊബൈൽ. വേറെ എന്തൊക്കെ സിം ഇജക്റ്റ് ചെയ്യാനുള്ള ടൂളുണ്ട്. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ചാർജറാണ്. റിയൽമിയുടെ തന്നെ ഫാസ്റ്റ് ചാർജറാണ്, 30 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഏകദേശം നമുക്കൊരു 50 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ചാർജിങ്ങിനും ഡാറ്റ സിങ്കിങ്ങിനുമായിട്ടുള്ള കേബിളാണ്. അത് USB Type-C കേബിളാണ്. നമുക്കിതിൽ ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. 4 ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. 64 മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ. പിന്നെ 8 മെഗാ പിക്സൽ വരുന്ന സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്. പിന്നെ 2 മെഗാ പിക്സൽ വരുന്ന മാക്രോ ലെൻസും 2 മെഗാ പിക്സൽ തന്നെ വരുന്ന പോർട്രേറ്റ് ലെൻസും ആണുള്ളത്. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.4 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ആണ്. അതുമാത്രമല്ല നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെഡും ബ്ലാക്കും കാണാനായിട്ട് നല്ല സ്റ്റൈൽ ലുക്കാണ്. ഡിസ്പ്ലേ ഒന്നാമതരം നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റിയൽമി എല്ലാ ഫോണുകളിലും നല്ല ഡിസ്പ്ലേ ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. റിയൽമി C3, അതായത് ഒരു 6000 രൂപയുടെ ഫോണിൽ വരെ അവർ നല്ല ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. റിയൽമിയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മെമ്മറി അങ്ങനെ കുറയുമോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഫോണിൻ്റെ സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസർ വന്ന് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറഞ്ഞ പ്രോസറാണ്. നമുക്ക് റിയൽമി XT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല പ്രോസറാണെന്ന് തന്നെ പറയാം. ഗെയിമിങ്ങിനൊക്കെ കുറച്ചുകൂടെ പറ്റിയ പ്രോസറാണ്. അതുപോലെ തന്നെ റാം 8GB ആണ് വരുന്നത്. ഡിവൈസിൽ 113GB നമുക്ക് അവൈലബിൾ ആണ്. 128GB 113GB നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 9 ആണ് വരുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് 10 അപ്ഡേഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പം ആൻഡ്രോയിഡ് 9 ആണ്. അതുപോലെ തന്നെ കളർ വോയിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.1 ആണ് വേർഷൻ വരുന്നത്. അത് നമുക്ക് റിയൽമി UI മിക്കവാറും അപ്ഡേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഫോണിൻ്റെ സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എത്ര സിം ഇടാൻ പറ്റും എന്നുള്ളതായിരുന്നു നോക്കാം. നമുക്ക് 2 സിം ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. ഓൾറെഡി നമുക്ക് 128GB മെമ്മറി അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് വേറെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി മൊബൈലിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 730G എന്ന് പറഞ്ഞ പുതിയ ചിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് റിയൽമി XT ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോസറാണെന്ന് തന്നെ പറയാം. നമുക്ക് ഇതിൻ്റെ റാം മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. നമുക്ക് ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് മെമ്മറിയിൽ കുറച്ചുകൂടെ ഒക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമിങ്ങിനാണെങ്കിലും റിയൽമി XTയേക്കാളും നല്ല ഫോൺ ഇത് തന്നെയാണ്. കാര്യം പറഞ്ഞാൽ നമുക്ക് ഫുൾ ഗ്രാഫിക്സിൽ പബ്ജിയും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഹീറ്റിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. എന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സാധാരണ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ പോലെ തന്നെ ഫാസ്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫോണിൻ്റെ ഫേസ് അൺലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റാണ്. സാധാരണ റിയൽമിയുടെ എല്ലാ ഫോണിലുള്ള പോലെ തന്നെ ഫാസ്റ്റാണ്. ഫോണിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാമറയാണ്. റിയൽമി XT ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലാണ്. അതുപോലെ തന്നെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ക്യാമറയാണ് വരുന്നത്. 64 മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ. 8 മെഗാ പിക്സൽ വരുന്ന വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ തന്നെ വരുന്ന പോർട്രേറ്റ് ലെൻസുമാണ് വരുന്നത്. ഞാൻ കുറച്ച് സാമ്പിൾ ഷോട്ട്സ് എടുത്തിട്ട് കാണിക്കാം. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയുണ്ട് ക്യാമറ എന്നുള്ളതിനെ പറ്റി. നമ്മളിനി മൊബൈലിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് തന്നെ പറയുന്നത് ഡിസ്പ്ലേ ആണ്.
നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഏകദേശം സാംസങ്ങിൻ്റെ ഒക്കെ ഏകദേശം അതേ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര സ്മൂത്താണ്. റിയൽമിയുടെ ഡിസ്പ്ലേ ശ്രദ്ധിച്ചു തുടങ്ങി ഏകദേശം നമുക്ക് റിയൽമിയുടെ C3 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഫോൺ, ആ ഫോൺ പോലെയാണ് ഞാൻ നോക്കി തുടങ്ങിയത്. ഏകദേശം 7000 രൂപ ബഡ്ജറ്റിലുള്ള ആ ഫോണിൽ തന്നെ നല്ല മികച്ച ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഈ ഫോണിൽ ഏകദേശം ഒരു സാംസങ്ങിൻ്റെ ഒക്കെ ലെവലിലുള്ള ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. നമുക്ക് റെഡ്മി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ കുറച്ചുകൂടെ മികവ് കാണിക്കുന്നത് റിയൽമി തന്നെയാണെന്ന് പറയാം. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ചിപ്പാണ്. സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറഞ്ഞ പുതിയ ചിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് റിയൽമി XT ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് കൂടിയിട്ടുണ്ട്. റിയൽമി XTയിലുണ്ടായിരുന്ന റാം മാനേജ്മെൻറ്റിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് മെമ്മറിയിൽ കിട്ടുന്നുണ്ട് ഈ ഫോണിനകത്ത്. അതുപോലെ തന്നെ പബ്ജിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈ ഗ്രാഫിക്സിൽ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പബ്ജി ഏകദേശം അരമണിക്കൂർ കളിച്ചിട്ട് യാതൊരുവിധ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് ആണ്. 4000 mAh ബാറ്ററി വരുന്നത്. ഒരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കിട്ടുള്ളൂ. എന്നാൽ നമുക്കൊരു ആവറേജ് യൂസർ ആണെന്നുണ്ടെങ്കിൽ 1.5 ദിവസം നമുക്ക് എന്തായാലും ബാറ്ററി ബാക്ക് കിട്ടും. അതുമല്ല ഇതിനകത്ത് കിട്ടിയിരുന്നത് നമുക്ക് 4000 mAh ബാറ്ററി ഫുൾ ചാർജ് ആകാനായിട്ട് ഏകദേശം 1 മണിക്കൂറിന് നമുക്ക് സാധിക്കും. 30 വാട്ട്സിൻ്റെ റിയൽമിയുടെ തന്നെ ഫാസ്റ്റ് ചാർജർ തരുന്നുണ്ട്. സാധാരണ കമ്പനി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെങ്കിലും നമുക്ക് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് 30 വാട്ട്സിൻ്റെ ചാർജർ ഓൾറെഡി ബോക്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 1.5 ദിവസം സാധാരണ യൂസർക്ക് 1.5 ദിവസം നമുക്ക് ഷുവറായിട്ടും കിട്ടും. ക്യാമറയുടെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 64 മെഗാപിക്സലാണ് ബാക്കിൽ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 32 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. റിയൽമി XT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൽഫി ഏകദേശം സെയിം ആണെന്ന് തന്നെ പറയാം. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ 64 മെഗാപിക്സൽ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് ഔട്ട്സൈഡിൽ എടുക്കുന്ന ഫോട്ടോസ്, നല്ല വെളിച്ചമുള്ള സമയത്തൊക്കെ എടുക്കുന്ന ഫോട്ടോസ് വളരെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നൈറ്റ് ഷോട്ട്സ്, നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് റൂമിൽ നിന്ന് ഫോട്ടോ എടുത്താൽ കൂടി നൈറ്റ് മോഡ് ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസും വളരെ മികച്ചതാണ്. അതുപോലെ നമുക്ക് വൈഡ് ആംഗിളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഫോണിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ആൻഡ്രോയിഡ് 9 ആണ്. ആൻഡ്രോയിഡ് 10 ഇതുവരെ അപ്ഡേഷൻ ലഭിച്ചിട്ടില്ല. മേ ബി അപ്ഡേഷൻ ലഭിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും നമുക്ക് ആൻഡ്രോയിഡ് 10 ആണ് കിട്ടുന്നത്. പക്ഷേ ഇത് ആൻഡ്രോയിഡ് 9 ആണ്. ഇതുവരെ അപ്ഡേഷൻ ലഭിച്ചിട്ടില്ല. നമുക്ക് ഇതിൽ റിയൽമിയുടെ 6.1 എന്ന് പറഞ്ഞ കളർ വോയിസ് ആണ് കിട്ടുന്നത്. നമുക്കത് മാറിയിട്ട് റിയൽമി UI കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കാര്യം പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്കാണ്. കുറച്ചുകൂടെ യൂസ് ചെയ്യാണ്ട് സ്പീഡ് കിട്ടിയേനെ, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയേനെ നമുക്ക്. ഫോണിൻ്റെ അങ്ങനെ വേറെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും വരെ പറയാനില്ല. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് കുറച്ച് കർവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. പിന്നെ 6.4 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ടായിട്ട് കൂടെ തന്നെ ഫോൺ നമുക്ക് ഒറ്റയ്ക്ക് കൊണ്ട് യൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. വളരെ വലിപ്പക്കൂടുള്ള കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. നിങ്ങൾ 20,000 രൂപ ബഡ്ജറ്റിലാണ് ഒരു ഫോൺ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണിത്. ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X2 കഴിഞ്ഞാൽ നോക്കാവുന്ന ഒരു ഫോൺ ഇത് തന്നെയാണ്. നല്ല ക്യാമറ പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല പെർഫോമൻസും ഉണ്ട്. നമുക്ക് യാതൊരുവിധ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. 8 GB റാം ഉണ്ട്. മെമ്മറിയുടെ ഇഷ്യൂ ഇല്ല. ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ ഫോൺ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.